കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോക ജീവിത യാത്രയിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ശാരീരികവും മാനസികമായിരിക്കുന്ന ക്ലേശങ്ങൾ, അനേക പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മൾ പലവിധമായ ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പ്രാർത്ഥന ആശ്രയമായി വരുന്നതാണ്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നേടുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടും, ഉപവാസത്തോടെ നേടുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ ഉപവാസങ്ങൾ കൊണ്ടും, ധ്യാനങ്ങൾ കൊണ്ട് നേടുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ ധ്യാനത്തിലൂടെ പ്രാപിക്കുന്നതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായ കാഴ്ചപ്പാടിൽ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വിചാരണയിൽ പെട്ടുപോയ ദൈവദാസന്മാരും സാധാരണക്കാരായ മനുഷ്യരും. മാനുഷികമായ നിലയിൽ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പലവിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന വേളകളിൽ വിചാരണയ്ക്ക് നേരിടുന്നവരാണ്. അത് വീട്ടിലാകട്ടെ, ജോലിയിലാകട്ടെ, സാമൂഹികമായ പശ്ചാത്തലത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നവരാണ്. ഇന്ന് പകൽക്കാലം അതുമായി ബന്ധപ്പെട്ട മറ്റ് ദൈവദാസന്മാരെ വിചാരണയ്ക്ക് കൊണ്ടുവന്ന ഒരു അനുഭവം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഹെരോദാവ് രാജ്യം ഭരിക്കുന്ന ഒരു റോമൻ രാജാവായിരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പത്രോസും യാക്കോബും കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവർ പല ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, വീടുകൾ, വിവിധ ഇടങ്ങളിലൂടെ സുവിശേഷ സഞ്ചാരികളായി കടന്നുപോയി. അവർ മിഷണറിമാരായി കടന്നുപോയി. അവരുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നവർക്ക്, രോഗികളായിരുന്നവർക്ക് വലിയ വിടുതലിന് കാരണമായി തീർന്നു. ജനം അവരെ അംഗീകരിക്കാൻ തുടങ്ങി. ജനം അവരെ സ്വീകരിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ അവരുടേതായിരിക്കുന്ന പേര് ശക്തമായി ഉയർന്ന് കേൾക്കാൻ തുടങ്ങി. അവരെ ഓരോ പ്രിയപ്പെട്ടവരും വീടുകളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അവർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴലടിക്കുന്നതിന് വേണ്ടി രോഗികളെ കൊണ്ട് റോഡിൽ കിടത്താറുണ്ട്. അത്രമാത്രം പേരും പ്രശസ്തിയുമായി അവർ വളരെ വേഗം ഉയർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ളതായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക്, രാജ്യം ഭരിക്കുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക് ഈ ദൈവദാസന്മാരോട് അസൂയയും പിണക്കവും വാശിയും വൈരാഗ്യവും കടന്നു വന്നു. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് ഹെരോദാവിന്റെ മുൻപിൽ കൊണ്ടുവരികയാണ്. ഹെരോദാവിനെ നമുക്കറിയാം, തലമുറകളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ തൻ്റെതായിരിക്കുന്ന വ്യക്തിത്വത്തിന് മാറ്റങ്ങളില്ല, സ്വഭാവത്തിന് മാറ്റമില്ല, പ്രവർത്തനത്തിന് മാറ്റമില്ല, യാതൊരു വിധമായ മാറ്റമില്ലാതെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെരോദാവ്. അങ്ങനെ ഹെരോദാവിന്റെ അടിയിൽ കൊണ്ടുവരുമ്പോൾ അവരെ വിചാരണ ചെയ്യാനിടയായി. ആ വിചാരണയിൽ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവർ ജനങ്ങളെ ഇളക്കുന്നു, ജനങ്ങളെ സൗഖ്യമാക്കുന്നു, നമ്മുടെ രാജ്യത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ രാജാവ് അവരെ വധിക്കുവാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ യാക്കോബിനെ വാളുകൊണ്ട് അവർ കൊന്നു. അവർക്ക് സാക്ഷ്യം പറയുമ്പോൾ, അവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ, അവർക്കെതിരെ ന്യായവിധികൾ നടത്തുമ്പോൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുവാൻ ആരും വന്നിട്ടില്ല. അവർക്കൊരു നല്ല കാര്യം സപ്പോർട്ട് പറയാൻ വന്നിട്ടില്ല. അവർക്കൊരു വക്കീലിനെ കിട്ടിയിട്ടില്ല.
പക്ഷെ രാജഭരണമാണ്, അത് നീതിയോടെ അവർ നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് അങ്ങനെ യാക്കോബിനെ കൊല്ലുകയും പത്രോസിനെ അന്ന് തടവിൽ സൂക്ഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ശരീരത്തേറ്റതായ മുറിവുകളുടെ നൊമ്പരങ്ങളും കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആ കല്ലുപാകിയതായിരിക്കുന്ന ആ ഇരുളിന്റെ അറയ്ക്കകത്ത് തൻ്റെതായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും ആ ഇരുട്ടിൽ മറച്ചു വെച്ചിട്ട് ഉള്ളിലുള്ളതായിരിക്കുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ നല്ല ഒരു ഭാഗം അനേകർക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് സാധ്യമാകുകയില്ല എന്ന് തോന്നിയിട്ട് തന്നറിയാതെ മയങ്ങിപ്പോയി. ഈ സമയം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു, ഒരു സഭയുണ്ടായിരുന്നു. അങ്ങനെ സഭ, അവിടെ ആറാം വാക്യം വായിക്കുന്നത് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം കൈക്കൊള്ളുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ പലപ്പോഴും വിചാരണയിൽപ്പെട്ട് തടവിലാക്കപ്പെടുന്ന അവസ്ഥകൾ, ഇരുളിലേക്ക് തള്ളിവിടുന്ന അവസ്ഥകൾ, ആരും നമ്മെ തിരിഞ്ഞു നോക്കാനില്ലാതെ, ആരും ഒരു കൈ തന്ന് സഹായിക്കാനില്ലാതെ നമ്മൾ നിരാശയുടെ അടിത്തട്ടിൽ വീണു പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ അറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത ചില ആളുകൾ പലയിടങ്ങളിലായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ അരികിലേക്ക് അടുത്തു വരും. അതൊരു വിടുതലിന്റെ ശബ്ദമായി, വിടുതലിന്റെ സന്ദേശമായി, വിടുതലിന്റെ വാതിൽ തുറക്കുന്നതായി, വിടുതലിന്റെ അനുഭവങ്ങളായി നമ്മുടെ അരികിലേക്ക് കടന്നു വരും. നമ്മളത് മനസ്സിലാക്കാൻ വളരെ വൈകും എന്ന് മാത്രമാണ്. എന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും ഒരു കാലഘട്ടത്തിൽ വിടുവിച്ച ആ ദൈവിക സാന്നിധ്യം നിങ്ങളെ തേടി വരും, ഈ വിചാരണയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ പ്രത്യക്ഷനായി. വിലാപ്പുറത്ത് തട്ടി ഉണർന്നെഴുന്നേക്കായി എന്ന് പറഞ്ഞു, നീ ചെരുപ്പിടുക, അരമുറക്കുക, വടിയെടുക്കുക, നമുക്ക് പോകാം. ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രാർത്ഥനയുടെ ഒരു ശക്തിയാണ്. അഴിഞ്ഞു വീണു. ചിലതൊക്കെ അഴിഞ്ഞു വീഴുന്നത് പ്രാർത്ഥനയിലാണ്. ചില വാതിൽ തുറക്കുന്നത് പ്രാർത്ഥനയിലാണ്. പുറത്തു വരുവാൻ കഴിയാതെ അടച്ചിടുമ്പോൾ അത് പുറത്തു വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നിരാശപ്പെടരുത്. ആ പ്രാർത്ഥന ജീവിതത്തിൽ അനുഗ്രഹമായും അനിവാര്യമായും ജീവിതത്തിൽ നിന്നും നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും ശക്തന്മാരും ആത്മാവിൽ ബലപ്പെട്ട്, ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൽ പാടുന്നവരായി, ആത്മാവിൽ സംസാരിക്കുന്നവരായി, ആത്മാവിൽ നിറയുന്നവരായി, ആത്മാവിൽ ചൈതന്യമുള്ളവരായി മാറണം. അവിടെയാണ് ദൈവികമായിരിക്കുന്ന വലിയൊരു പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് വിചാരണയും നേരിടുമ്പോൾ അതിന് മധ്യ ഒരു വിടുതലുണ്ട് എന്ന് കരുതിക്കൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം. നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ആ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും നമുക്ക് കൊടുക്കാം. ആ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മറക്കാതെ ആ പ്രാർത്ഥന ഇടങ്ങളിലേക്ക് ഒന്നിച്ചെല്ലാം. പത്രോസ് എന്നതുപോലെ ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. സമയത്തിന്റെ പരിധിയിൽ ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി പത്രോസ് എഴുന്നേറ്റു. 1-ാം വാതിലും 2-ാം വാതിലും 3-ാമത്തെ പട്ടണ വാതിലും തുറന്നു. പുറത്തു വന്നപ്പോൾ പത്രോസിന് മനസ്സിലായി, ദൈവം എന്നെ വിടുവിച്ചു. പത്രോസ് ആ പ്രാർത്ഥനയിടത്തേക്ക് നടന്നു നീങ്ങി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ആശ്വാസമായി തീരാൻ സഹായിക്കണം. രോഗികളായി കഴിയുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്വദേശത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫ് മേഖലയിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്നവർ, കുടുംബമായി പാർക്കുന്നവർ, പഠിക്കുന്നവർ, അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, മഹത്വപ്പെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.